UAE ഭരണാധികാരി കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞു, പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാം ഖത്തറിനെ അറ്റാക്ക് ചെയ്തു. ഇവരോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇതാണ് ഖത്തറിന്റെ എല്ലാ ഗെയിമും പൊളിഞ്ഞു പോയത്. അതാണ് ഖത്തറിന്റെ മെച്ചുവാരിറ്റി ഇല്ലാത്ത രാജ്യമാണ്. പണമുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ മെച്ചുവാരിറ്റി ഇല്ല. അതിൻ്റെ ഈ ലീലാവിലാസങ്ങൾ മാത്രമാണ് ഇത് കാണിച്ചത്. ഈ പറയുന്ന ഖത്തറുമായിട്ട് അവിടെ ബ്ലാസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം വന്ന് UAE, സൗദിയുടെ ഡിപ്ലോമാറ്റ്സ് വരുന്നു. ജോർദാൻ എന്താ പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഈജിപ്റ്റ് പറഞ്ഞ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, പക്ഷെ അവരൊരു പ്രപ്പോസൽ കൊണ്ടത് ഈജിപ്റ്റും ഖത്തറും കൂടെ നാറ്റോ പോലെ ഒരു സഖ്യം രൂപീകരിക്കാൻ. അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, അത് UAEയും മറ്റുള്ള രാജ്യങ്ങളും ജോർദാനും തള്ളിപോയേക്കാൻ. കാര്യം എന്ത്? കാരണം ഈ രാജ്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യില്ല. അമേരിക്ക ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പൊട്ടൻഷ്യൽ എനിമി ആരെയാണ്. എന്തുകൊണ്ട് ഇത് നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്, കാരണം ആദ്യത്തെ പ്രധാന ഇഷ്യൂ അവിടുത്തെ കുടുംബത്തിലെ പ്രശ്നം ഇറാനുമായിട്ടുള്ള ഷിയ സുന്നി ഇഷ്യൂ. അതിവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പം മസൂദ് പെഷഷ്കാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം കൈമലർത്തി. അത് പറയാം, അയാൾ എന്തൊക്കെയോ പറഞ്ഞു.